ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാഞ്ചിരിക്കുന്നു. ഞാൻ നഫീല ഹാഷിം, മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ്. ഇന്ന് നമ്മൾ പറയുന്നത് 2026 വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യത്തത് വിഷൻ ബോർഡ് തയ്യാറാക്കുക. വിഷൻ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഗോൾസ് വേണം അല്ലേ? ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ വേണം. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസിൽ എങ്ങനെയാണ് വിഷൻ ബോർഡ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് കറക്റ്റായിട്ട് ഗോൾസ് നമ്മൾ എഴുതേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഫസ്റ്റ് എന്താണ്? വിഷൻ ബോർഡ് തയ്യാറാക്കുക. രണ്ടാമത്തത് ഒരു ഗോൾസ്, ഒരു ക്ലിയർ ഗോൾസ് നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് അലങ്കോലമായിട്ട് കിടക്കുന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ വസ്ത്രങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ റൂമായിക്കോട്ടെ, വീടായിക്കോട്ടെ, എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. വേണ്ടാത്ത ഡ്രസ്സ് എടുത്ത് ചെയ്യുക, കളയുക. ആർക്കെങ്കിലും കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നോക്കുക. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലോ നിങ്ങളുടെ റൂമിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ പൊടി മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് തട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് 2026 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാവിയിലേക്കുള്ള ഒരു കത്ത് നിങ്ങൾ, അതായത് നിങ്ങൾക്ക് 2026 കഴിയുമ്പോഴത്തേക്ക് എന്തായിത്തീരണം, എന്തൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക. അത് ഇപ്പോൾ നിങ്ങൾ എഴുതാന്ന്, എന്നിട്ട് എന്ത് ചെയ്യുക, 2026 കഴിയുമ്പോൾ, അതായത് ഡിസംബർ ലാസ്റ്റ് വേണം നിങ്ങൾ ആ കത്തെടുത്ത് നോക്കാൻ. എന്നിട്ട് ആ കത്തിൽ നിങ്ങൾ എഴുതിയതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ, നിങ്ങളെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് 2025 നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും, എല്ലാ നല്ല കാര്യങ്ങളും എഴുതിയെടുക്കുക. നിങ്ങളെ സഹായിച്ച ആൾക്കാരെ, അതേപോലെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം ഉണ്ടായ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് 2025, അതൊക്കെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്താ, നിങ്ങളുടെ ഫോണിൽ, ലാപ്ടോപ്പിൽ വേണ്ടാത്ത ഇമെയിൽസ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ഇതുവരെ അവരുടെ വീഡിയോസ് കാണാനോ ഒന്നും നിന്നിട്ടില്ല. അത് നമുക്കൊരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് കാണുന്ന ചില ഫോളോവേഴ്സ്, നമ്മൾ വേണ്ടപ്പെട്ടവരല്ല, നമ്മളിങ്ങനെ വെറുതെ കാണുമ്പോൾ ഫോളോ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ വേണ്ടാത്തതെന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ അൺഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വേണ്ടാത്ത ഫോട്ടോസ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. വേണ്ടാത്ത ഇമെയിൽസ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് 2025 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ എന്തെങ്കിലും കാര്യം ബാക്കിയുണ്ടോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും മറന്നു പോയതോ വിട്ടുപോയതോ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾസോ അല്ലെങ്കിൽ ഹാബിറ്റ്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടോ, അല്ലാതെ നമ്മൾ നടക്കൂലെന്ന് വിചാരിച്ചിട്ട് അവിടെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. പറ്റുന്നത് പോലെ ഈ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ 2026 വേണ്ടിയിട്ട് നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അത് ഇപ്പോഴേ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുക. അതേപോലെ തന്നെ ഗോൾസിന് വേണ്ടിയിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് രാത്രി കിടക്കാനാകുമ്പോൾ പല്ല് തേക്കണം എന്നുള്ള ഹാബിറ്റ്സാണ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ആ ഹാബിറ്റ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഹാബിറ്റാണ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലോ നിങ്ങൾ ജിമ്മിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഔട്ട്ഫിറ്റ്, ഡ്രസ്സ്, ജിമ്മിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും വീട്ടിൽ നിന്ന് എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സമയത്താണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അതേപോലെ നമ്മുടെ റൂമ്, നമ്മളെ വീട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാം. അല്ലെങ്കിൽ കേട്ടൻ മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ മാറ്റ് മാറ്റുക, ഫ്ലവർ വേസ് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഷെൽഫ്, നമ്മളെ ബെഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് തന്നെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയൊരു സ്ഥലത്ത് കയറുന്നത് പോലെ, അല്ലെങ്കിൽ പുതിയൊരു റൂമിൽ കയറുന്നത് പോലെ, പുതിയൊരു വീട്ടിലേക്ക് കയറുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഫീല് നമുക്ക് ഉണ്ടാവും. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റം നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റാം, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ 2026 പോകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഒരു ക്ലീൻ ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2026 ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ 2026 ബെസ്റ്റ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതേപോലെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ബെറ്റർ യു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. 1 ഇയർ മെമ്പർഷിപ്പാണുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരുടെയും ന്യൂ ഇയർ 2026 ബെസ്റ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.